അത് കേരളത്തിലെ ഒരു പ്രത്യേക സമുദായം ആണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. കാട്ടിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരു മാനസിക വിഭ്രാന്തി പിടിപെട്ട ഒരാളെ 20 രൂപയും കൊടുത്ത് വിട്ടാണ് ഈ വളരെ ഒരു ശബരിമല ക്ഷേത്രത്തെ തീവച്ച് നശിപ്പിച്ചത്. ആ നാശം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. 50-ലെ തീവെപ്പിന് ശേഷമാണ് ശബരിമലയുടെ നവീകരണം ഉണ്ടാകുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള വളർച്ചയുമാണ് ശബരിമലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ കാലഘട്ടത്തിനിടയിലെല്ലാം തന്നെ 50 മുതൽ 25 വരെ നോക്കുമ്പോൾ ഈ 75 വർഷത്തിനിടയ്ക്ക് കാനനക്ഷേത്രമായ ശബരിമല മാറി വരികയാണ് ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.